ഇവിടെ ഇത് നേരിരിക്കുന്ന ചടങ്ങാണെന്നുള്ള അറിയാലോ. അപ്പൊ ഇന്ന് കൊടുങ്ങല്ലൂർ ഭഗവതി രാത്രി താലപ്പൊലിക്കാണ് ഇറങ്ങുന്നത്. പകല് നമ്മുടെ തൃശ്ശൂർ പൂരം ഉണ്ടായ കാലഘട്ടത്തില് ഇവിടെ പൂരം ഉണ്ടായില്ല. തമ്പുരാനും പോകാൻ പറ്റാത്തപ്പോൾ ഇവിടെ നിന്ന് കൂടി അതിനുള്ള ഒരു ഉത്സവം ആയിട്ട് പ്രമാണിച്ചിട്ടാണ് ഈ ഉച്ചയ്ക്കുള്ളതാണ്. താലപ്പൊലി ശരിക്കും രാത്രിയാണ്. അപ്പൊ തമ്പുരാൻ പറയാതെ ഭഗവതി പുറത്തിറങ്ങില്ല. അപ്പൊ തമ്പുരാനോട് നമ്മൾ അനുവാദം ചോദിച്ചു, പുറത്തേക്ക് എഴുന്നള്ളിക്കാനുള്ള അനുവാദം. അതുപോലെ നമ്മൾ ഈ വെടിക്കെട്ട് അങ്ങനെയുള്ള എല്ലാ സംഗതികളും ഇവിടുത്തെ ചരാചര സംവിധാനങ്ങളും തമ്പുരാനോട് അനുമതി മേടിച്ചിട്ടാണ് ബാക്കിയുള്ളവർ ചെയ്യും. നമ്മൾ അനുവാദം ചോദിച്ചിട്ട് അടികളിലേക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്യാം. നമ്മളാണ് ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുക. അങ്ങനത്തെ ഒരു ചടങ്ങുണ്ട്. കിളിക്കോട്ട് പണിക്കര് മുണ്ടഞ്ചേരി മേനോൻ താലപ്പിലി പണം വെച്ചതിന് ശേഷമാണ് താലപ്പിലി നടന്നതെന്ന് നമ്മൾ പറയാം. ഭഗവതിയോടായിട്ടാണ് പറയാം. തമ്പുരാനോട് ഭഗവതിയോട് പറയാണ്. ഇന്ന് കിളിക്കോട്ട് പണിക്കര് കുറച്ച് നാണയം വെച്ച് നമസ്കരിച്ചിട്ട് പറയും ഒന്നാം താലപ്പിലിയാണ്, മുഖത്തേക്ക് എഴുന്നള്ളിക്കാനുള്ള സംവിധാനം തരുന്നത്. 4 ആള് പോയി നിന്നിട്ട് ഇതിന്റെ അനുവാദം ചോദിക്കും. അനുവാദം ചോദിക്കുമ്പോൾ തമ്പുരാൻ അനുവാദം തരുമ്പോഴാണ് ഭഗവതി പുറത്തേക്ക് രാത്രി എഴുന്നള്ളിക്കുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ പ്രധാന വിഷയം. അപ്പൊ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കിളിക്കോട്ട് പണിക്കര് നാണയം വെച്ച് കോയമ്മ അവിടെ നിന്ന് തമ്പുരാന്റെ അനുവാദം ചോദിച്ചിട്ട് വരും. ഞങ്ങൾ ഇവിടെ നാമം ചെല്ലും. ഇന്ന് ഞങ്ങൾ നേരത്തെ തീർക്കും, 10 മണി വരെ ഉള്ളൂ. പിന്നെ അടക്കില്ലല്ലോ, തുറന്നിടല്ലോ. ഞങ്ങളുടെ ആ അടക്കുന്ന സമയത്തുള്ള ആ പൂജാവിധിയിൽ സമയത്ത് ഞങ്ങൾ ഇവിടെ ഈ ചടങ്ങ് നടത്തുകയും നാമം ചെല്ലുകയും ചെയ്യും. ഞങ്ങൾക്ക് ഒരു പ്രത്യേക നാമമുണ്ട്, ആ നാമം ചെല്ലുകയും ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്.